എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ മെമ്പർഷിപ്പിൽ നിങ്ങൾ ലോഞ്ച് ചെയ്യുക. ജോയിൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ അടിച്ചാൽ വിവിധ താരിഫിലുള്ള മെമ്പർഷിപ്പ് റേറ്റുകൾ കിട്ടും. ദയവായി നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനലിൽ അംഗത്വമെടുക്കുക. എന്താണ് ബീഹാർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2025 ഓഗസ്റ്റ് 22 ടൈംസ് നൗ JVC ഒപ്പീനിയൻ പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്തെല്ലാം ബഹളമുണ്ടാക്കിയാലും എത്ര ആൾക്കൂട്ടം വന്നാലും അവർക്ക് ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. NDA സഖ്യത്തിനായിരിക്കും, അതായത് BJP JDU സഖ്യത്തിന്, നമ്മുടെ നിതീഷ് കുമാർ NDA സഖ്യത്തിനായിരിക്കും മികച്ച ഇതുണ്ടാകാൻ പോകുന്നത്. അതിൽ 64 സീറ്റ്, പിന്നെ 81 സീറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ JDUവിന് 31 സീറ്റും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ബ്ലോക്കിലാണെങ്കിൽ മഹാഗത്ബന്ധൻ എന്ന് പറയുന്ന ഇന്ത്യ ബ്ലോക്കിലാണെങ്കിൽ 75 സീറ്റാണ് പറയുന്നത്. RJDക്ക് 52 സീറ്റും കോൺഗ്രസ്സിന് 10 സീറ്റും. നിങ്ങൾ ആലോചിക്കൂ, കോൺഗ്രസ് ഈ ബഹളമെല്ലാം കാണിച്ച് രാഹുൽ ഗാന്ധി എല്ലാം കൊണ്ടുപോയി ഇത്രയും ബഹളമുണ്ടായാലും കിട്ടുന്നത് 10 സീറ്റാണ്. പിന്നെ ജൻ സ്വരാജ്, പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സ്വരാജിന്, കിതോറിന് 2 സീറ്റും, AIMIMന് 3 സീറ്റും, BSPക്ക് മറ്റൊരു 26 സീറ്റ് ടഫ് കോണ്ടസ്റ്റായിട്ട് നിലനിൽക്കും. എന്തായാലും മഹാബന്ധൻ സഖ്യത്തിന് തുല്യമായ NDA മഹാബന്ധൻ സഖ്യത്തിന് തുല്യമായത് ശ്രീമതി NDA മാത്രമായിരിക്കും അവിടെ പോകുന്നത്. അവിടെ യഥാർത്ഥ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ തീർച്ചയായിട്ടും NDAക്കാണ് വലിയ മുൻതൂക്കം കിട്ടിയിരിക്കുന്നത്. 2024 NDAക്ക് വലിയ മുൻതൂക്കം വന്നിട്ടുണ്ട്. 24 മുൻതൂക്കം വന്നിട്ടുണ്ട്, ഇപ്പോഴും മുൻതൂക്കം വരും. ഇന്ത്യ മുന്നണിക്കും വലിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ബീഹാറിൽ വളരെ രസകരമായ ഒരു സംവിധാനമാണ് നടക്കുക. അലയൻസ് വെച്ച് നോക്കുമ്പോൾ പ്രൊജക്റ്റഡ് സീറ്റുകളായിട്ട് പറയുന്നത് NDAക്ക് 136 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ BJPക്ക് ഒരു 81 സീറ്റും JDUവിന് 31 സീറ്റും. അങ്ങനെയാണെങ്കിൽ BJP മുഖ്യമന്ത്രിയുമായിരിക്കും അവിടെ വരുന്നത്. അങ്ങനെ മഹാബന്ധൻ സഖ്യമെന്ന്, പിന്നെ ഇന്ത്യ ബ്ലോക്കിൽ മഹാബന്ധൻ സഖ്യമെന്ന് പറയുന്നതിനകത്ത് 75 സീറ്റാണ് പറയുന്നത്. അതിൽ RJD ഒരു 52 സീറ്റും കോൺഗ്രസ് 10 സീറ്റും, അത് മറ്റ് പാർട്ടികളെല്ലാം കൂടി ബാക്കി വരുന്ന സീറ്റുകളും. അപ്പോൾ NDAക്ക് തന്നെ സ്വതന്ത്രമായ ഒരു ഭൂരിപക്ഷം കിട്ടും എന്നാണ്, മുകളിൽ 122 സീറ്റിന് മുകളിൽ പോയി എത്തുമെന്നുമാണ് ഇപ്പോൾ വരുന്ന കഥ. BJP സുസ്ഥിരമായ വർധനവുണ്ടാക്കും, നേടുമെന്ന് പറയുന്നു. ഇന്ത്യ ബ്ലോക്ക് സജീവമായതിനെയും സീറ്റ് സാധ്യത കുറഞ്ഞതിനും തമ്മിൽ തലയടി നടക്കുന്നുണ്ട് അവിടെ. കോൺഗ്രസ് ഒപ്പീനിയൻ പോൾ അനുസരിച്ച് സീറ്റ് അവസ്ഥ കുറയും എന്നുള്ളതാണ് വിവരങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ വളരെ രസകരമായ കാര്യമാണ് കേൾക്കുന്നത്. ഒരു 130-140 സീറ്റിനകത്ത് വന്ന് BJPയും 70-80 സീറ്റിനകത്ത് NDA സഖ്യവും മാറും. പിന്നെ ഒരു 10 സീറ്റ് മുതൽ 20 സീറ്റ് മറ്റുള്ളവർക്ക്. അപ്പോൾ ചുരുക്കത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് ചാരിയും വോട്ട് യന്ത്രവും വോട്ട് അധികാരിയും ഒക്കെ എങ്ങനെ വരുമെന്ന് അറിയില്ല. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിന് വേണ്ടത്ര ഗുണം ചെയ്യുമോ എന്നറിയില്ല. മാധ്യമങ്ങൾ, അതാണ് വളരെ പ്രധാനം. നാഷണൽ മീഡിയകളൊന്നും ഇന്ത്യ സഖ്യത്തെയോ രാഹുൽ ഗാന്ധിയോ കണ്ടതായിട്ട് ഭാവിക്കുന്നില്ല. അതേസമയം കേരളത്തിലെ ചാനലുകളും കേരളത്തിലെ പത്രങ്ങളും രാഹുൽ ഗാന്ധിക്ക് വലിയ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അത് കേരളത്തിൽ മാത്രമായി രാഹുൽ ഗാന്ധിനി, എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പ്രിയങ്ക ഗാന്ധിയൊക്കെ പറിച്ചു നട്ടാൽ ഇവിടെ സ്ഥിരമായിട്ട് UDFന് വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു സാധ്യതയാണ് നോക്കേണ്ടത്. രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയായിട്ടൊക്കെ വന്നു നിന്നാൽ എപ്പോൾ ഇവിടെ അടിച്ചു കയറിയെന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വേറൊരു ആശയം ഇന്ദിരാ കുടുംബത്തിനോടുണ്ട്. പിന്നെ അടിയന്തരാവസ്ഥ കാലത്തും അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിനാണല്ലോ മെച്ചമുണ്ടായത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവർക്കാണ്. രാജ്യം മുഴുവൻ തിരിച്ചു നിന്നപ്പോഴും നമ്മൾ വേറെ രൂപത്തിലാണ് നിന്നത്. എന്തായാലും ബീഹാർ രാഹുൽ ഗാന്ധി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഒരു ബാലികേറ മലയായി തന്നെ വീണ്ടും നിൽക്കുകയാണ്.